നമസ്കാരം. ജ്യോതിഷ ശ്രീമുരുക ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് ഗൃഹാരംഭവും ഗൃഹപ്രവേശനത്തിനും വേണ്ട മുഹൂർത്തത്തെക്കുറിച്ചാണ്. അതായത് ഒരു വീട് പണിയാൻ ആരംഭിക്കുമ്പോൾ 4 ഘട്ടങ്ങളാണ് ഉള്ളത്. അതിൽ വീടിനായി ആദ്യമായി കുറ്റിയടിക്കുന്നതും, രണ്ടാമത് കല്ലിടുന്നതും, മൂന്നാമത് കട്ട്ള വയ്ക്കുന്നതും, നാലാമത് ഗൃഹത്തിൽ കയറി താമസിക്കുന്ന ദിവസവും. ഈ 4 കാര്യങ്ങൾക്കും ശുഭമുഹൂർത്തം എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ശുഭമായ മുഹൂർത്തത്തിൽ ചെയ്യുന്ന ഏതു കാര്യവും ശുഭമായിരിക്കും. അപ്പോൾ ഏതെല്ലാം ദിവസങ്ങളും ഏതെല്ലാം രാശികളുമാണ് ഗൃഹാരംഭത്തിനും ഗൃഹപ്രവേശനത്തിനും നല്ലതെന്ന് നോക്കാം. അശ്വതി, രോഹിണി, മകീരം, പുണർദം, പൂയം, മകം, ഉത്രം, അത്തം, ചിത്ര, ചോതി, അനിഴം, മൂലം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഗൃഹാരംഭ പ്രവേശനങ്ങൾക്ക് നല്ലതാകുന്നു. അതായത് ഗൃഹത്തിനായി ആദ്യമായി കുറ്റിയടിക്കുന്നതിനും ഗൃഹത്തിൽ കയറി താമസിക്കുന്നതിനും നല്ലതായ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഗൃഹപ്രവേശനവും ഗൃഹാരംഭവും നല്ലതാണ്. അതുപോലെ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും മേടം, തുല, മകരം ഈ രാശികളും പാടില്ല. കൂടാതെ 4-ാം ഭാവത്തിലും 8-ാം ഭാവത്തിലും പാപഗ്രഹങ്ങൾ പാടില്ല. മിഥുനം, കർക്കിടകം, കന്നി, ധനു, മീനം എന്നീ മാസങ്ങൾ ഗൃഹാരംഭത്തിനും, കർക്കിടകം, കന്നി, കുംഭം എന്നീ മാസങ്ങൾ ഗൃഹപ്രവേശനത്തിനും വർജ്യമാണ്. ഈ വർജ്യമായ മാസങ്ങൾ എന്ന് പറയുന്നത് ഒന്നും ഗൃഹാരംഭത്തിനും ഗൃഹപ്രവേശനത്തിനും എടുത്തുകൂടാ. എന്നാൽ ഒഴിവാക്കിയ രാശികൾ എന്ന് പറയുന്നത് മുഹൂർത്ത രാശിയെയാണ് കണക്കാക്കേണ്ടത്. അല്ലാതെ രാശിയെ മാസങ്ങളായി കണക്കാക്കരുത്. അപ്പോൾ മേടം, തുല, മകരം ഈ രാശികൾ മുഹൂർത്ത രാശികളായി വരരുതെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഗൃഹനായകൻ്റെയും ഗൃഹനായികയുടെയും ജനനമാസങ്ങളും ജന്മനക്ഷത്രങ്ങളും ഒഴിവാക്കണം. അതുപോലെ അഷ്ടമരാശിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളും ഒഴിവാക്കണം. ഇതെല്ലാം നോക്കി വേണം ഒരു ഗൃഹപ്രവേശനത്തിനും ഗൃഹാരംഭത്തിനും മുഹൂർത്തം എടുക്കുന്നതിനായിട്ട്. 4-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വരാൻ പാടുള്ളതല്ല. ശുഭഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ അതിശുഭമാണ് മുഹൂർത്തം.